വെൽക്കം ബാക്ക് ടു EduPC. ഇന്ന് നമ്മൾ പാസ്വേഡ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. S2 and Roxy came across a safe containing old stamps and coins that their great grandfather had collected. It was secured with a 5-digit password. Since nobody knew the password, they had no option except to try every password until it opened. They were unlucky and the lock only opened with the last password after they had tried all possible combinations. How many passwords did they end up checking? ഓക്കെ, അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. എസ്തുവും റോക്സിയും അവരുടെ ഗ്രാൻഡ് ഫാദർ കളക്ട് ചെയ്ത പഴയ സ്റ്റാമ്പുകളും കോയിൻസും അടങ്ങിയ ഒരു സേഫ് കണ്ടു. അതൊരു 5 ഡിജിറ്റ് പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരുന്നു. സോ ആർക്കും പാസ്വേഡ് അറിയാത്തത് കൊണ്ട് സേഫ് തുറക്കുന്നത് വരെ പാസ്വേഡ് മാറ്റി മാറ്റി ട്രൈ ചെയ്യല്ലാതെ വേറെ വഴിയൊന്നും അവർക്കില്ലായിരുന്നു. അവരെല്ലാ കോമ്പിനേഷനും ട്രൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ട്രൈ ചെയ്തപ്പോഴാണ് അവർക്ക് സേഫ് തുറക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ എത്ര പാസ്വേഡ്സ് അവർ ട്രൈ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 5 ഡിജിറ്റ് ലോക്കിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു 2 ഡിജിറ്റ് ലോക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഒരു 2 ഡിജിറ്റ് ലോക്ക് കൺസിഡർ ചെയ്തിട്ട് ആ 2 ഡിജിറ്റ് ലോക്ക് ഓപ്പൺ ചെയ്യാൻ എത്ര പാസ്വേഡ്സ് പോസിബിൾ ആണ് എന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് 5 ഡിജിറ്റ് പാസ്വേഡ് ഓപ്പൺ ചെയ്യാൻ എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ് എന്ന് നോക്കാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഒരു 2 ഡിജിറ്റ് പാസ്വേഡ് ആണ്, 2 ഡിജിറ്റ് ലോക്കാണ് അല്ലേ. 2 ഡിജിറ്റ് ലോക്ക് എന്ന് പറയുമ്പോൾ അതിൽ 2 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റിൽ 0 മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് പോസിബിൾ ആണ്. സെക്കൻഡ് പൊസിഷനിലും അതേപോലെ 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റ്സ് പോസിബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 0 സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ 01, 02, 03 അങ്ങനെ 09 വരെ പോസിബിൾ ആണ് അല്ലേ. 09 വരെ. ദെൻ എന്താണ് 10, 11, 12, 13 അങ്ങനെ 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 കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ 20, 21, 22, 23 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഫൈനൽ എവിടെ വരെ എത്തുന്നു, 9 ആകുന്നത് വരെ അത്രയും കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ഡിജിറ്റിന് 10 പോസിബിലിറ്റീസ് ഉണ്ട്, സെക്കൻഡ് ഡിജിറ്റിനും 10 പോസിബിലിറ്റീസ് ഉണ്ട്, തേർഡ് ഡിജിറ്റിനും 10 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 10 ഡിജിറ്റ്സിന് എത്ര പോസിബിലിറ്റീസ് ഉണ്ടാവും, 10 × 10 ഡിജിറ്റ്സിന് 10 പോസിബിലിറ്റീസ് വെച്ച് ടോട്ടൽ 100 പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 10 സ്ക്വയർ പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു 3 ഡിജിറ്റ് പാസ്വേഡ് ആണ് അല്ലെങ്കിൽ 3 ഡിജിറ്റ് ലോക്കാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 3 ഡിജിറ്റിൽ 3 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ഓരോ പൊസിഷനിലും 0 മുതൽ 9 വരെ 10 ഡിജിറ്റ്സ് പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ അത് 10 ഡിജിറ്റ്സ്. സെക്കൻഡ് പൊസിഷനിലും എന്താണ് 10 ഡിജിറ്റ്സ് പോസിബിൾ ആണ്. തേർഡ് പൊസിഷനിലും 10 ഡിജിറ്റ്സ് പോസിബിൾ ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് എന്തായിരിക്കും, 10⁻3. അതായത് 1000 കോമ്പിനേഷൻസ് ഇവിടെ പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയായിരിക്കും ആ 1000 കോമ്പിനേഷൻസ് വരിക, 000 തുടങ്ങുന്നു. ദെൻ 001 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 009 വരെ എത്തുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ, 010 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് 999 എത്തുന്നത് വരെ ടോട്ടൽ എത്ര കോമ്പിനേഷൻ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, 1000 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ക്ലിയർ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു 5 ഡിജിറ്റ് ലോക്കിൽ എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും. ഓക്കെ, നമുക്കത് ചെയ്യാതെ തന്നെ പറയാം അല്ലേ. 10⁵5 കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും, അതായത് 1,00,000 കോമ്പിനേഷൻസ് അല്ലേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ 0 to 9 വരെ 10 ഡിജിറ്റ്സ് പോസിബിൾ ആണ്. സെക്കൻഡ് പൊസിഷനിലും 0 to 9 വരെ 10 ഡിജിറ്റ്സ് അല്ലേ. തേർഡ് പൊസിഷനിലും 0 to 9 വരെ 10 ഡിജിറ്റ്സ്. ഫോർത്ത് പൊസിഷനിലും 0 to 9 വരെ 10 ഡിജിറ്റ്സ്. ഫിഫ്ത്ത് പൊസിഷനിലും 0 to 9 വരെ 10 ഡിജിറ്റ്സ്. അപ്പോൾ ടോട്ടൽ 10⁵5 കോമ്പിനേഷൻസ് പോസിബിൾ ആണ് ഒരു 5 ഡിജിറ്റ് സേഫിൽ. ക്ലിയർ? ഓക്കെ ആണോ? അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 10⁵5 കോമ്പിനേഷൻസ് ട്രൈ ചെയ്തതിന് ശേഷമാണ് എസ്തുവിനും റോക്സിക്കും ആ സേഫ് തുറക്കാൻ സാധിച്ചത് അല്ലേ. അപ്പോൾ എസ്തു പറഞ്ഞു, നെക്സ്റ്റ് ടൈം ഐ വിൽ ബൈ എ ലോക്ക് that has 6 slots with the letters A to Z
ഐ ഫീൽ ഇറ്റ് ഈസ് സേഫർ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എസ് എന്താണ് പറഞ്ഞത്? നെക്സ്റ്റ് ടൈം ഞാൻ എ മുതൽ ഇസഡ് വരെ ലെറ്റേഴ്സ് ഉള്ള 6 സ്ലോട്ടുള്ള ഒരു ലോക്കായിരിക്കും വാങ്ങാം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പാസ്വേഡ്സ് ആർ പോസിബിൾ വിത്ത് സച്ച് എ ലോക്ക്? ഇപ്പോൾ നമ്പർ ലോക്കിന് പകരം നമ്മൾ ലെറ്റർ ലോക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആകും എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 6 സ്ലോട്ടുള്ള ഒരു ലോക്കാണ്. അപ്പോൾ അതിലെന്താണ് പറഞ്ഞത്? എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എ മുതൽ ഇസഡ് വരെ ഏകദേശം എ മുതൽ ഇസഡ് വരെ എത്ര ലെറ്റർ ഉണ്ട്? 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പൊസിഷനിലും എന്ത് വരുന്നു? എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സ് വരുന്നു അല്ലേ? സെക്കൻഡ് വണ്ണിലും എന്താണ്? എ ടു ഇസഡ് വരെ ലെറ്റേഴ്സ് പോസിബിൾ ആണ്. തേർഡ് പൊസിഷനിലും എന്താണ്? എ മുതൽ ഇസഡ് വരെ. ഫോർത്തിലും എ ടു ഇസഡ്. ഫിഫ്ത്ത് പൊസിഷനിലും എ ടു ഇസഡ്. സിക്സ്ത് പൊസിഷനിലും എ മുതൽ ഇസഡ് വരെ പോസിബിൾ ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എത്രയാണ്? 26 ലെറ്റേഴ്സ് വരാം. സെക്കൻഡ് പൊസിഷനിൽ 26 ലെറ്റേഴ്സ്. തേർഡിൽ 26. ഫോർത്തിലും 26 ലെറ്റേഴ്സ്. ഫിഫ്ത്തിലും 26. സിക്സ്ത് പൊസിഷനിലും 26 ലെറ്റേഴ്സ് പോസിബിൾ ആണ്. സോ ടോട്ടൽ എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? 26 raised to 6 കോമ്പിനേഷൻസ്. ഓക്കെ, ഫസ്റ്റ് ഏതൊക്കെയാണ് കോമ്പിനേഷൻ വരിക? എ എ എ എ എ എ, ദെൻ എന്താണ്? 5A, ദെൻ നെക്സ്റ്റ് ബി, ദെൻ 5A, നെക്സ്റ്റ് സി, അങ്ങനെ 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 26 raised to 6 കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. ക്ലിയർ ആണോ? ഇതൊരു 5 ഡിജിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ 5 ലെറ്റർ ലോക്ക് ആയിരുന്നു എങ്കിൽ 26 raised to 5 പാസ്വേഡ്സ് പോസിബിൾ ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാസ്വേഡ്സ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് തിങ്ക് അബൌട്ട് ഹൗ മെനി കോമ്പിനേഷൻസ് ആർ പോസിബിൾ ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓരോ കോണ്ടെക്സ്റ്റിലും എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, പിൻ കോഡ്സ് ഓഫ് പ്ലേസസ് ഇൻ ഇന്ത്യ. ദ പിൻ കോഡ് ഓഫ് വിദിഷ ഇൻ മധ്യപ്രദേശ് ഈസ് 464001. The pin code of Semabek in Mizoram is 796017. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ പാസ് കോഡ്സിന് എത്ര കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോസ്റ്റൽ കോഡ്സിന് എത്ര കോമ്പിനേഷൻസ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. പിൻ കോഡ് അറിയാം. ഇന്ത്യയിലെ പിൻ കോഡ് എന്ന് പറയുമ്പോൾ ഒരു 6 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ ഓരോന്നിലും ഏതാണ്? 10 നമ്പേഴ്സ് വെച്ച് അല്ലേ? ഓരോ പൊസിഷനിലും 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എത്രയുണ്ടാകും? 10 raised to 6 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഇത് തിയററ്റിക്കൽ ആണ്. ഓക്കെ, സോ തിയററ്റിക്കൽ കോമ്പിനേഷൻസ് ആണ് 10 raised to 6 എന്ന് പറയുന്നത്. ബട്ട് പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പറിൽ ഒരിക്കലും 0 വരാറില്ല. അതായത് 1 to 9 വരെയുള്ള നമ്പേഴ്സാണ് അവിടെ വരിക. 1 to 9 വരെ എന്ന് പറയുമ്പോൾ 9 നമ്പേഴ്സാണ് ഉണ്ടാവുക. ബാക്കി റിമൈനിങ് എല്ലാം 10 നമ്പേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ 9 ഇൻറ്റു സോ നമുക്ക് എന്ത് എഴുതാം? 9 ഇൻറ്റു 10 raised to 5 കോമ്പിനേഷൻസ് ആണ് പോസിബിൾ എന്ന് പറയാം. ഓക്കെ, സോ ഇത് എല്ലാ വാല്യൂസും ഡിപ്പെൻഡ് ചെയ്യുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് അനുസരിച്ചാണ്. അപ്പോൾ തിയററ്റിക്കൽ വാല്യൂവിനേക്കാളും തിയററ്റിക്കൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസിനേക്കാളും എപ്പോഴും കുറവായിരിക്കും പ്രാക്ടിക്കൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം മൊബൈൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പേഴ്സ് നോക്കാം. മൊബൈൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മൊബൈൽ നമ്പേഴ്സിൽ എത്ര നമ്പർ ഉണ്ടായിരിക്കും? 10 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? ഈച്ച് നമ്പറിൽ 10 ഡിജിറ്റ്സ് വെച്ച്. ഓക്കെ, സോ ഓരോ ഈച്ച് പൊസിഷനിൽ 10 ഡിജിറ്റ്സ് വെച്ച്. ക്ലിയർ? അപ്പോൾ ടോട്ടൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും? 10 raised to 10 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ഇതും തിയററ്റിക്കൽ ആണ്. ഓക്കെ, തിയററ്റിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 10 raised to 10 ആണ്. ഇത്രയും കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ ഫസ്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസിൽ 6, 7, 8, 9 എന്ന് പറയുന്ന ഈ 4 നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് പൊസിഷൻ എന്തായിരിക്കും? പ്രാക്ടിക്കലി വരികയാണെങ്കിൽ 4 ഇൻറ്റു 10 raised to 9 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ്. ഫസ്റ്റ് പൊസിഷനിൽ മാത്രം 4 ഡിജിറ്റ്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബാക്കി 9 പൊസിഷനിലും 10 നമ്പേഴ്സ് പോസിബിൾ ആണ്. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഹൗ മെനി വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് 2 ലെറ്റർ, ദെൻ 2 നമ്പർ,
again 2 letter then 4 numbers. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്ററിൽ എത്ര കോമ്പിനേഷൻസ് ആണ്? 26 ആണ് ലെറ്റർ അല്ലേ. നമ്പർ എന്ന് പറയുന്നത് 0 to 9 വരെ 10 നമ്പേഴ്സ്. ലെറ്റർ അഗെയിൻ 26 നമ്പർ 10 10 10 10. അപ്പോൾ ടോട്ടൽ കോമ്പിനേഷൻസ് എന്താ വരിക? എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? 26 raised to 4 into 10 raised to 6. ഓക്കെ, അപ്പോൾ ഇതും തിയറട്ടിക്കൽ കോമ്പിനേഷൻസ് ആണ്. പ്രാക്ടിക്കലി ആക്ച്വലി ലെസ് ദാൻ ദാറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിനേക്കാളും വളരെ കുറവായിരിക്കും ആക്ച്വൽ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ എഴുതിയിരിക്കുന്നത് തിയറട്ടിക്കൽ കോമ്പിനേഷൻസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം എങ്ങനെയാണ് ഒരു പാസ്വേഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.